ദൈവനാമത്തിന് സ്തുതി. എൻ്റെ പേര് രശ്മി. ഞാൻ വരുന്നത് മറ്റൂരിന്ന്. ഞങ്ങൾ ഫാമിലിയായിട്ട് സെറ്റിൽഡ് ഇൻ യു കെയിലാണ്. എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നത്. ഞാൻ 2022 എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് മുമ്പ്. അവൾ പറയുമ്പോൾ എനിക്ക് മാതാവിനോട് ഭയങ്കര വിശ്വാസമാണ്, ദൈവത്തിൽ വിശ്വാസമാണ്, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഉടമ്പടി എടുക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം എങ്ങാനും പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ഉണ്ടാവണമെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. 2022 എൻ്റെ വിസ എക്സ്പയർഡ് ആവുന്നതിന് ഒരു 6 മാസം മുമ്പ് ഞങ്ങൾക്ക് അവിടെ ലൈഫ് ഇൻ ദി UK എന്ന് പറയുന്ന ഒരു എക്സാം എഴുതണമായിരുന്നു. അപ്പം ഞാനത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, വെരി സിമ്പിളാണ് എക്സാം, നിസ്സാരമേ ഉള്ളൂ, ജസ്റ്റ് വായിച്ചിട്ട് പോയി എഴുതിക്കോ, പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ അവിടെ പോയി എക്സാം എഴുതാൻ പോയി. 2022 അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. ആദ്യത്തെ തവണ എനിക്ക് കിട്ടിയില്ല. 2 മാർക്കിന് 1 മാർക്കിന് അങ്ങോട്ട് പോയി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഹസ്ബൻഡ് കളിയാക്കി, കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സാമാണ് അവർക്കൊക്കെ. എനിക്ക് എന്താണോ 1 മാർക്കിനോ 2 മാർക്കിനോ കണ്ട് പോയി. പിന്നെ ഞാൻ അങ്ങനെ എഴുതി. 6 മാസം മുമ്പ് എഴുതാൻ തുടങ്ങിയ എക്സാം ഞാൻ 8 പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് അതിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് കഴിഞ്ഞ് 2022 സെപ്റ്റംബർ അവസാനം എൻ്റെ വിസ എക്സ്പയർഡ് ആവും. അപ്പോൾ വിസ പുതുക്കണമെങ്കിൽ ഈ എക്സാം വേണം. ഞാനെന്നിട്ട് 1 മാസം മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താ ചെയ്യേണ്ടത്, ആരോടും പറയാൻ നിവർത്തിയില്ല. ഈ എക്സാം തോറ്റല്ലോ എന്ന് എല്ലാവരും ചോദിക്കണേ. ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തിനോട് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഒരു പണി ചെയ്യ്, ഉടമ്പടി എടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയാണ്, കാരണം എങ്ങാനും നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോയി ചിലപ്പോൾ 5:30 പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ വന്നാൽ എന്തായിരിക്കും എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നീ ഉടമ്പടി ജീവിതം നയിക്ക്, എല്ലാ പ്രാർത്ഥനയും കറക്റ്റായിട്ട് ചെല്ല്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താരോടും ദേഷ്യപ്പെടില്ല, പിള്ളേരോടൊക്കെ നന്നായിട്ട് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞതനുസരിച്ച് ദേഷ്യം കുറച്ചു, എപ്പോഴും ചിരിക്കാൻ ശ്രമിച്ചു. പ്രാർത്ഥന കറക്റ്റായിട്ട് അവൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ കറക്റ്റായിട്ട് ചെല്ലാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും കറക്റ്റായിട്ട് പള്ളിയിൽ പോവും. നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടായാലും ഞാൻ പള്ളിയിൽ പോവും. അങ്ങനെ ഒരു ഇത് ചെയ്ത് 1 മാസം മുമ്പ് ഞാൻ ലാസ്റ്റ് ഇനി ഞാൻ എഴുതൂല്ല, വിസ പോയാലും വേണ്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതാൻ പോയി. അന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര വിശ്വാസമായി അത്, കാരണം ഞാൻ 9ാമത്തെ തവണയാണ് എക്സാം പാസ്സാവണേ. 9ാമത്തെ തവണ എഴുതിയാണ് ഞാൻ എക്സാം പാസ്സായത്. എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാനും ഹസ്ബൻഡും പിന്നെ എല്ലാ ദിവസവും ഞങ്ങളല്ലെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. 5:30 പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോയത്, ഞാൻ നേഴ്സാണ്. ഇവിടെ ഇന്ത്യയിൽ ഞാൻ നേഴ്സിംഗ് ചെയ്തതാണ്, 10 വർഷത്തോളം ജോലിയും ചെയ്തതാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ കുട്ടികളുടെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നേഴ്സിങ്ങിൻ്റെ എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇപ്പം നീ മാതാവിൻ്റെ ഉടമ്പടിയിലല്ലേ, നീ ഒരു പണി ചെയ്യ്, എക്സാം എഴുതാൻ ശ്രമിക്കാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു, ഞാനിനി എക്സാം എഴുതാൻ ശ്രമിക്കുന്നില്ല, കാരണം എനിക്ക് പറ്റില്ല, അതിനുള്ള ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ച് നീ എക്സാം എഴുതാൻ ശ്രമിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അന്ന് എക്സാം എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടിയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പാലിച്ച് ഞാൻ എക്സാം എഴുതാൻ ഓസ്കി ഭയങ്കര പാടുള്ളൊരു എക്സാമാണ്. എക്സാം എഴുതാൻ പോയി. എക്സാം പാസ്സായി. എനിക്ക് അത്ഭുതമായിപ്പോയി. എക്സാം ഞാൻ പാസ്സായോ? 2 പ്രാവശ്യം ഞാൻ റിസൾട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചു, എക്സാം പാസ്സായോ ഞാനോ? അപ്പം എക്സാം പാസ്സായിടിയെന്നു പറഞ്ഞു. പിന്നെ വേറൊരു എക്സാമുണ്ട്, CBT. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാന്ന് എല്ലാവരും പറയും, കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. അപ്പം സിമ്പിളാന്ന് പറയും. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല. പിന്നെ ഞാൻ അത് ഇങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും പഠിച്ച് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും എഴുതി, അതും പാസ്സായി. അപ്പം പിന്നെ എനിക്ക് നേഴ്സ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. പിന്നെ നമുക്ക് പിന്ന് കിട്ടുക എന്നൊരു കടമ്പയുണ്ട്. എല്ലാവർക്കും 6 മാസം 8 മാസം കഴിഞ്ഞിട്ടാണ് പിൻ നമ്പർ കിട്ടണേ. പക്ഷേ എനിക്ക് കറക്റ്റ് 45ാമത്തെ ദിവസം എനിക്ക് പിൻ നമ്പർ കിട്ടി. അപ്പോഴെനിക്ക് വീണ്ടും കോൺഫിഡൻസായി. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ പിൻ നമ്പർ കിട്ടിയ ജോലി കിട്ടുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഭയങ്കര ഇതോടുകൂടി എല്ലാ സ്ഥലത്തും ആപ്ലിക്കേഷൻ അയച്ചു. 150ഓളം ആപ്ലിക്കേഷൻ ഞാൻ അയച്ചു.
100ഓളം ആപ്ലിക്കേഷൻ റിജക്റ്റായി. അത് അവിടെ ഒരു നിസ്സാര കാര്യം മതി അത് റിജക്റ്റ് ആക്കാൻ. 100ഓളം ആപ്ലിക്കേഷൻ റിജക്റ്റ്. അത് NHSൽ, കെയർ ഹോംസുകളിൽ, അങ്ങനെയൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു, എല്ലാം റിജക്റ്റായി. ആ സമയത്ത് ഭയങ്കര ടഫായിരുന്നു ജോലി കിട്ടുക എന്നുള്ളത്. അത് കഴിഞ്ഞ എല്ലാം റിജക്റ്റായി. പിന്നെ ഞാൻ 15 ഇൻ്റർവ്യൂയോളം പോയി. ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് 2 വേക്കൻസി ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു 100 പേരോളം ഉണ്ടാവും, ചിലപ്പോൾ 30 പേര്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെക്കാളും കഴിവുള്ളവരെ അവരത് സെലക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മളിൽ മുന്നിൽ പോയവരായിരിക്കും സെലക്ട് ചെയ്യണത്. അങ്ങനെ 15ഓളം ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ മടുത്തു. പക്ഷെ എന്നാലും ഞാൻ കോൺഫിഡൻസ് കിട്ടില്ല. കാരണം എനിക്ക് മാതാവ് ഉടമ്പടിയിൽ ഞാൻ നിൽക്കുകയാണല്ലോ, എന്തായാലും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയും, ഇതെന്താ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലും പാസ്സാവാത്ത, ഒരു ആപ്ലിക്കേഷൻ പോലും കറക്റ്റായിട്ട് പോകാം ഇതെന്ന് പറയും. പക്ഷെ അപ്പോഴും ഞാൻ പറയും, എനിക്കിതിലും വലുത് എന്തോ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് ചിരിക്കും. അത് ഞങ്ങളങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ അങ്ങനെ തന്നെ പോയി. ഒരു 6 മാസം കഴിഞ്ഞു. എനിക്ക് പിൻ നമ്പർ കിട്ടിയത് 2025 മാർച്ചിലാണ് പിൻ നമ്പർ കിട്ടിയത്. എന്നിട്ട് ഞാനൊരു 6 മാസത്തോളം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഹെൽത്ത് പിൻ നമ്പർ ഉണ്ടായിട്ട് പോലും ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. ഇൻ്റർവ്യൂവിന് പോവും, ആപ്ലിക്കേഷൻ അയക്കും, അത് റിജക്റ്റ് ആവും, വീണ്ടും ഇൻ്റർവ്യൂവിന് പോവും, അതൊക്കെ ഫെയിൽഡ് ആവും, തിരിച്ചു വരാം. അങ്ങനെ അത് കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് അപ്പം ഞാൻ അപ്പോഴും പറയുമായിരുന്നു. അപ്പോഴും എല്ലാവരും അയ്യോ എന്ന് പറയുമ്പോഴും ഞാൻ പറയും, ഇല്ല, എനിക്കിതിലും നല്ലത് എന്തോ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ ചെന്ന് കയറുമ്പോൾ പറയും. കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും ചെറുതായിട്ട് ദേഷ്യപ്പെട്ടാൽ പോലും കരയുന്ന ഒരു വ്യക്തിയായിരുന്നു. വീട്ടിൽ ദേഷ്യപ്പെടുമെങ്കിൽ പുറത്തിറങ്ങിയെങ്കിൽ ഇതായിരുന്നു എൻ്റെ സ്വഭാവം. അപ്പോൾ ഞാനെപ്പോഴും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ കെയർ ഹോംസിലായാലും NHSലായാലും കയറുമ്പോൾ ഞാൻ പറയും, ദൈവമേ മാതാവേ എനിക്ക് പറ്റിയ ജോലിയാണ്. കാരണം മാനേജർമാരൊക്കെ ശരിയല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് പറ്റിയ ജോലിയാണെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എനിക്കിത് തരണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ കയറണേ. 15 ഇൻ്റർവ്യൂ പാസ്സാവാതെ പോയപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഹസ്ബൻഡിനോട് പിടിച്ചു നിൽക്കാൻ പറയുമായിരുന്നു. ഇങ്ങനെ പറയും, എനിക്ക് പറ്റിയ ജോലിയല്ല, മാനേജർ ശരിയല്ല എന്ന് തോന്നണേ, അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ വീടിനടുത്ത് ഒരു കെയർ ഹോം ഉണ്ട്. ഞാൻ അവിടെ ശ്രമിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്നോട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങളുടെ മാനേജർ ചോദിച്ചു ഏതെങ്കിലും നേഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചു, നീ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണോ, ഇവിടെ അടുത്തുള്ള ഇതിലല്ലേ, വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ 15 ഫെയിൽഡായിട്ടിരിക്കണം ഞാനാണേ. അപ്പം ഞാൻ പറഞ്ഞു വേണോയെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ കെയർ ഹോമിൽ ഞാൻ പോയി നേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചു. എനിക്കറിയില്ല, ആ മാനേജർ എന്നോടൊന്നും ചോദിച്ചില്ല. എന്നോട് പേര് ചോദിച്ചു, എന്താ വീട്ടിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്, വേറെ ഒരു കാര്യം, ഞാൻ പ്രിപ്പയർഡായി പോയ ഒരു കാര്യം എന്നോട് ചോദിച്ചില്ല. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു സെലക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പം ഞാൻ അവിടെ നിന്ന് വണ്ടിരിക്കുക, ഇതാരത്, എനിക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യന് ചോദിക്കാതെ എന്നോട്. അന്ന് മറ്റിടത്തൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു, ഞാൻ കുറേയൊക്കെ ആൻസർ പറഞ്ഞു, അങ്ങനെയൊക്കെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ എൻ്റെ പേരും വീട്ടിലെ വിശേഷവും ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ സെലക്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. എനിക്കറിയില്ല എങ്ങനെയാണ് ആ ജോലി, മാതാവിൻ്റെ ഒറ്റ ഇതുകൊണ്ട്. ഇപ്പോഴും ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതും നല്ല സാലറിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കൂടെ കിട്ടിയ എല്ലാ കൊളീഗ്സും, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം നല്ല കോപ്പറേറ്റീവാണ്. നമ്മളോട് ഭയങ്കരമായിട്ട് സഹകരിച്ച് ഇത് ചെയ്യുന്ന. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഇപ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിലാവായിക അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഓടി വരും. അത്രയ്ക്ക് ഇതാണ് എനിക്കിപ്പോൾ. ഞാൻ അപ്പോഴും അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, കണ്ടോ എനിക്ക് കിട്ടിയത് എത്ര വലുതാണെന്ന്. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം NHSലൊക്കെ നോക്കിയാൽ ഞാനിവിടെ കെയർ ഹോമിൽ പോയി എനിക്ക് ഇൻ്റർവ്യൂവിന് പാസ്സായി എന്ന് പറഞ്ഞിട്ട്. കാരണം അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹമാണെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങളുടെ വീടിന് ഇങ്ങനെ ഫെൻസ് എന്ന് പറയും, ഫെൻസ് പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് 7,500 പൗണ്ടാണ്. അപ്പം അതായത് ഏകദേശം 8 ലക്ഷത്തോളം രൂപ വരും. അപ്പം ഞങ്ങളത് ഓക്കെ അംഗീകരിച്ചിട്ട് ഞങ്ങളതിൻ്റെ പേയ്മെൻറ്റ് ഒരു 3,000 പൗണ്ട്, 3 ലക്ഷം രൂപയോളം ഞങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. ആദ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ വിളിക്കും, നാളെ വരാം,
2 ആഴ്ച കഴിഞ്ഞ് വരാം, ഇങ്ങനെയൊക്കെ പറയും. ഒരു 2-3 മാസം വരെ ഞങ്ങൾ ക്ഷമിച്ചു. ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കും, പിന്നെ ഫോൺ എടുക്കാതെയായി. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം 3 ലക്ഷം രൂപ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഞങ്ങളുടെ ഈ ഫെൻസ് പോയി കിടക്കുക, അവിടെ ഇങ്ങനെ ഫെൻസ് അധികം ഇങ്ങനെ പോയി കിടന്നാൽ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവരെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ ബാങ്കിൽ പറഞ്ഞു, ഞങ്ങളുടെ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തത്. എന്നിട്ട് ബാങ്കിൽ പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷെ ഞാൻ എന്നാലും പറഞ്ഞു അത് കിട്ടൂലായിരുന്നു, അത്രയ്ക്ക് പാടായിരുന്നു അവിടെ ഇങ്ങനെ പൈസ പോയാൽ കിട്ടാൻ. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആ പൈസ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തരികയാണെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു വിഹിതം ഞാൻ മാതാവിൻ്റെ കൃപാസനത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവിടേക്ക് അയച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, കറക്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒരു ദിവസം ഞാൻ അക്കൗണ്ട് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വന്നെടുക്കാം. ബാങ്കുകാർ പൈസ പേയ്മെൻറ്റ് ഇട്ടു. ബാങ്കുകാർ ഇനി ആ ആളുടെ നിന്ന് വാങ്ങിച്ചോളൂ. അങ്ങനെ ആ പേയ്മെൻറ്റ് എനിക്ക് മുഴുവൻ പൈസയും ഒറ്റ പേയ്മെൻറ്റ് ഇല്ലാതെ കിട്ടി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തികളിൽ നിന്ന് ഞാനും ഹസ്ബൻഡും കൂടി ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾ ഒരു സ്മോൾ എമൗണ്ട് ആയിരുന്നു ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാ മാസവും ഇവിടെ എൻ്റെ അപ്പച്ചന് പൈസ അയച്ചു കൊടുത്തിട്ട് അപ്പച്ചൻ ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ നേഴ്സായപ്പോൾ കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടിട്ട് എല്ലാ മാസവും ഞങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും. അത് ഒരു എമൗണ്ട്. പിന്നെ ഞങ്ങളൊരു കൊച്ചിനെ ദത്തെടുക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ പഠന കാര്യങ്ങൾ 18 വയസ്സ് വരെയുള്ള അവൻ്റെ പഠന കാര്യങ്ങൾ ഇപ്പോൾ 6-7 വർഷമായി ഞങ്ങൾ ചെയ്യണു. അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോരുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളി പോവും. നൈറ്റ് കഴിഞ്ഞ് വന്നാലും പരമാവധി പള്ളി പോകാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇരുന്ന് ഉറങ്ങാൻ പള്ളിയിൽ, എന്നാലും ഞാൻ പോവും, എങ്ങനെയെങ്കിലും പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മാസിന്, ഇംഗ്ലീഷ് മാസിന്, പിന്നെ മാസത്തിൽ ആദ്യമൊന്നും കുമ്പസാരിക്കാൻ ഞങ്ങൾക്ക് അത്ര പറ്റാറുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് മലയാളം പള്ളി അവിടെ ഇല്ല, അപ്പോൾ ഇത്തിരി അകലെ മലയാളം പള്ളി. അപ്പോൾ കുമ്പസാരിക്കാൻ ഞങ്ങൾ അങ്ങനെ മെനക്കെട്ട് പോകാറൊന്നുമില്ല. ചിലപ്പോൾ 5-6 മാസം കൂടുമ്പോൾ 1 പ്രാവശ്യം പോയി കുമ്പസാരിക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാൻ പോകാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇതെല്ലാം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് രശ്മി ജോസ് മാറ്റൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി പാലിക്കാൻ പേടിയാണെന്നുള്ള തൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഉടമ്പടി ജീവിച്ച് നയിച്ചിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രം അത് ഉടമ്പെടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്കാണ് വരിക. എന്നാൽ ഉടമ്പടി ജീവിതം നയിച്ചു തുടങ്ങുമ്പോൾ തൻ്റെ ദേശത്തിൻ്റെതായ കുറവുകളും പോരായ്മകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ചിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയായിരുന്നു. വളരെയേറെ പുഞ്ചിരിയോടും ചിരിയോടും കൂടെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ തൻ്റെ സാക്ഷ്യം നമുക്ക് വെളിപ്പെടുത്തുക. കാരണം അവിടുത്തെ വിസ സംബന്ധമായ ലൈഫിൽ എക്സാം കടന്നു പോകണമെങ്കിൽ അത് വളരെ എളുപ്പമുള്ള എക്സാം ആണെങ്കിലും താൻ കടന്നു പോയത് 8 തവണയാണ്. എന്നാൽ അത് 9ാമത്തെ തവണ പരിശുദ്ധ അമ്മയോടെയൊക്കെ പ്രാർത്ഥിച്ച് ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ ബലത്തോട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കുമാണ് അനുഗ്രഹമായിട്ട് അത് പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി തുടരുകയും അതേ തുടർന്നാണെങ്കിലും OSCE എക്സാം ആണെങ്കിലും CBT എക്സാം ആണെങ്കിലും അത് പാസ്സാകാൻ അത് നിരവധിയായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അത് വളരെ എളുപ്പം അതിനേക്ക് നേരിടാനുള്ള ധൈര്യമാണ് ലഭിക്കുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും നേഴ്സായി കഴിഞ്ഞാൽ അവിടെ പിൻ നമ്പർ ലഭിക്കുക എന്നത്. കാരണം കുറേ പേർക്കൊക്കെ 8 മാസവും 7 മാസവും കഴിഞ്ഞ് കിട്ടേണ്ട നമ്പർ തനിക്ക് 45 ദിവസത്തിന് ശേഷമാണ് കിട്ടുകയും ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക. കാരണം താൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് അമ്മ ഉടമ്പടിയിൽ നൽകുമെന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്നാണെങ്കിലും 150ഓളം ആപ്ലിക്കേഷന് വേണ്ടി അയച്ചെങ്കിലും അത് 100ഓളം ആപ്ലിക്കേഷന് റിജക്റ്റ് ആകുന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും 15ഓളം ഇൻ്റർവ്യൂ പങ്കെടുത്തെങ്കിലും അതിൽ ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് കടന്നു പോയെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് പരിശുദ്ധമ്മ നൽകുന്നുള്ള ഒരു വലിയൊരു പ്രത്യാശയോടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയാണെങ്കിലും കുടുംബത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും അനുഗ്രഹമെന്നോണം താൻ താമസിക്കുന്ന അടുത്ത് തന്നെ തനിക്കൊരു ഹെൽത്ത് കെയർ ഹോമിൽ നേഴ്സായിട്ട്
വളരെ ഒരു നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ കാരുണ്യ പ്രവൃത്തിയിലാണെങ്കിലും ജീവിത രീതിയിലാണെങ്കിലും കൂടുതൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ്. കാരണം ഇപ്രകാരം പഴയതിൽ നിന്നൊക്കെ മാറിയതുകൊണ്ട് കുറച്ചൊരു പ്രാർത്ഥിക്കുവാനും പള്ളിയിലേക്ക് പോകുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ വലിയൊരു അനുഗ്രഹത്തോടുകൂടി സാധിക്കുക ചെയ്യുന്നത് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതം തന്നെയാണ്. ഇനിയും മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ, രശ്മി ജോസ് കുടുംബത്തിനെയൊക്കെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിരവധിയായ നിയോഗങ്ങളും ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുന്ന നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.